ജന്മദിനത്തിൽ ഓർക്കേണ്ട തിരുവചനങ്ങൾ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പടിയും ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുതലിലുമാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് നമ്മുടെ ജന്മദിനങ്ങൾ. ദൈവം നൽകിയ ജീവിതത്തിൻ്റെ മഹത്തായൊരു ഓർമ്മപ്പെടുത്തലാണ് ജന്മദിനം. ഈ ദിവസം വെറും ആഘോഷത്തിൻ്റെയും ആശംസകളുടെയും സമയം മാത്രമല്ല, മറിച്ച് നമ്മെ സൃഷ്ടിച്ചവനുള്ള നന്ദിയും അവിടുത്തെ കൃപകളുടെ ഓർമ്മപ്പെടുത്തലുമായി മാറേണ്ടതാണ്. ഒരു പുതിയ പ്രായത്തിലേക്ക് അല്ലെങ്കിൽ വർഷത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന മനോഹരമായ ചില വചനങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, സന്തോഷിച്ചുല്ലസിക്കുക. സങ്കീർത്തനങ്ങൾ 118ൻ്റെ 24 വാക്യം. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ജന്മദിനം നമുക്ക് ദൈവം തന്ന പ്രത്യേക ദിനമാണെന്ന് തിരിച്ചറിഞ്ഞ് നന്ദിയോടും സന്തോഷത്തോടും കൂടി അതിൽ ജീവിക്കണമെന്നാണ്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലുമാണ് ആ ദിവസം ചിലവഴിക്കേണ്ടത്. രണ്ടാമത്തെ വചനം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയായുടെ പുസ്തകം 29-ാമത്തെ അധ്യായം 11 വാക്യം. ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പാണ് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതായത്, നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സംഭവത്തിനും പിന്നിലും ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ദൈവത്തിൻ്റെ പദ്ധതിയോട് വിരുദ്ധമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും നന്മയ്ക്കായിരിക്കും എന്ന വിശ്വാസം നമുക്കുണ്ടാകണം. ഒരു കൊച്ചുകുട്ടി കത്തി ചോദിക്കുമ്പോൾ ആ കൊച്ചുകുട്ടിയുടെ ചിന്തയിൽ ആ കത്തി അവന് അത്യാവശ്യമാണ്, അത് കിട്ടുന്നതാണ് അവന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം. പക്ഷേ ആ കത്തി കൊടുത്തു കഴിഞ്ഞാൽ അപകടമുണ്ടാകും എന്നറിയാവുന്ന അമ്മ അവന് കത്തി കൊടുക്കില്ല. അപ്പോൾ ആ ദുഃഖം അവനതൊരു ദുഃഖമാണ്. ഇതേപോലെയാണ് മനുഷ്യജീവിതത്തിലെ ദുഃഖങ്ങൾ പലപ്പോഴും. ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാതെ നമ്മുടെ ചിന്തകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ നമുക്ക് ദുഃഖവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്നു. മൂന്നാമത്തെ വചനം ഇതാണ്, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയനായി സൃഷ്ടിച്ചു, അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. സങ്കീർത്തനങ്ങൾ 139-ാം അധ്യായം 14 വാക്യം. ദൈവം ഓരോരുത്തരെയും അതുല്യമായ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് ആയിട്ട് വിരലിൻ്റെ കലകളെ തമ്പടയാളം എടുക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മുടെ കണ്ണിൽ ഉള്ള അടയാളങ്ങളെ എടുക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ ലോകത്തിലെ ഈ അടയാളങ്ങളൊക്കെയുള്ള നമ്മുടേതായ അടയാളങ്ങളുള്ള വേറൊരാൾ ഈ ലോകത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല. നമ്മുടെ ശരീരം, മനസ്സ്, ചിന്തകൾ, കഴിവുകൾ എല്ലാം യേശുവിൻ്റെ ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതിഫലനമാണ്. നാം ആരായാലും എങ്ങനെയായാലും ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടികളാണ്. അതിനാൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തോട് എല്ലായ്പ്പോഴും നന്ദിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കേണ്ടതാണ്. നാലാമത്തെ വചനം ഇതാണ്, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. 90-ാം സങ്കീർത്തനം 12-ാം വാക്യം. മനുഷ്യജീവിതം ചെറുതാണെന്ന് തിരിച്ചറിയാനും ഓരോ ദിനവും ബുദ്ധിയോടെയും ദൈവഭയത്തോടു കൂടിയും ജീവിക്കാനുമാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ജന്മദിനം ആചരിക്കുമ്പോൾ ആയുസ്സിൻ്റെ ഒരു വർഷം കടന്നുപോയി എന്നും മരണത്തോട് അത്രയും നമ്മൾ കൂടുതൽ അടുത്തു എന്നും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അതുകൊണ്ട് സമയം വളരെ വിലപ്പെട്ടതാണ്. ഓരോ നിമിഷവും അർത്ഥവത്തായി ചിലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. 5-ാമത്തെ വാക്യം ഇതാണ്, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്നും മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 17-ാം വാക്യം. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ എല്ലാ നല്ലതും പൂർണ്ണവുമായ ദാനങ്ങൾ ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്നാണ്. അവൻ പ്രകാശങ്ങളുടെ പിതാവാണ്, അതായത് അവൻ്റെ സ്വഭാവം ഒരിക്കലും മാറുന്നില്ല.
ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ശുദ്ധവും വിശ്വസ്തവുമാണ്. നമ്മൾക്ക് ഒരു ജന്മദിനം കൂടി ആചരിക്കാനായിട്ട് അവസരം തന്നത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ജന്മദിനം വെറും പ്രായത്തിൻ്റെ മാത്രം കണക്കല്ല, അത് ദൈവത്തിൻ്റെ കരുതലിൻ്റെയും വിശ്വസ്തതയുടെയും അതുല്യമായ സാക്ഷ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിനമാകണം. ഓരോ ശ്വാസവും അവൻ്റെ ദാനവും ഓരോ ദിവസവും അവൻ്റെ അത്ഭുതങ്ങളുടെ തെളിവുമാണ്. കഴിഞ്ഞ കാലത്തെ അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറയുമ്പോൾ മുന്നിലുള്ള വർഷം അവിടുത്തെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അവിടുന്ന് നിൻ്റെ വഴികൾ നയിക്കുകയും ഹൃദയം പ്രത്യാശയാൽ നിറയ്ക്കുകയും ചെയ്യും.